മുസ്ലിം ലീഗ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് വടക്കൻ ജില്ലകളുടെ അത്രയും വലിയൊരു ജനകീയ പ്രസ്ഥാനമല്ല എങ്കിൽ പോലും പല നിയോജകമണ്ഡലങ്ങളിലും ഒരു നിർണായക ശക്തിയായി ഒരു ബഹുജന പ്രസ്ഥാനമായി വളർന്നിട്ടുണ്ട്. ഇത് സാധാരണ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരുടെ എല്ലാം കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായാണ് ഈ വളർച്ച പാർട്ടിക്കുണ്ടായത്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെ ഇത്തരത്തിൽ പ്രവർത്തന രംഗത്ത് മികവ് പുലർത്തുകയും സമ്പന്നതയുള്ള താല്പര്യവും ആവേശവും ബഹുജനങ്ങളുമായി ഇടപെടുന്നതും എല്ലാം കണക്കിലെടുത്ത് അതിൽ നിന്നും ഉയർന്നു വരുന്നവരാണ് നേതാക്കളായി മാറാറ്. എന്നാൽ എറണാകുളം ജില്ലയിൽ അതല്ല സ്ഥിതി. എറണാകുളം ജില്ലയിൽ ഒരു കുടുംബത്തിന് മാത്രമായി എല്ലാം പരിചയപ്പെടുന്നു. ഏത് സ്ഥാനത്തേക്ക് വന്നാലും ആ കുടുംബത്തിൻ്റെതായി മാറുകയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെത് അവസാന വാക്കായി മാറുകയോ ചെയ്യുന്നൊരു സ്ഥിതി. ഇപ്പോ വി കെ ബീരാൻ സാഹിബ് ഭരണം മുസ്ലിം ലീഗിന് സംസ്ഥാനത്ത് ഭരണം ഉണ്ടായിരുന്നപ്പോൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. സ്റ്റേറ്റ് സൗകര്യങ്ങളും അവർക്ക് ലഭിച്ചു. അനിയൻ ഇബ്രാഹിമിന് അതേ കാലയളവിലൊക്കെ തന്നെ MLA-യും 2 വട്ടം മന്ത്രിയുമായി. ഇബ്രാഹിം സാഹിബ് ഇല്ല നോക്കും. ബീരാൻ സാഹിബ് ഒരു റിട്ടയർ മൂഡിലാണ്. ഇപ്പോൾ ബീരാൻ സാഹിബിന്റെ മകൻ ഹാരിസ് ബീരാൻ പാർട്ടിയുടെ ഒരു രാജ്യസഭാ സീറ്റ് പ്രധാനപ്പെട്ട സ്ഥാനം അത് മകന്. പാർട്ടിയിൽ 2ാമത് വട്ടവും എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലയിൽ ജയിക്കാവുന്ന എന്ന് കണക്കാക്കുന്ന ഒരു സീറ്റ്, എറണാകുളം ജില്ലയിലെ ഒരേ ഒരു സീറ്റ്, ആ നിയമസഭാ സീറ്റ് ഇബ്രാഹിമിന്റെ മകൻ ഗഫൂർ. അപ്പൊ ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വരുമ്പോൾ അവർക്കൊരു അംഗീകാരം എന്നത് ഒരു സ്വപ്നം മാത്രമായി മാറുന്നു. ഇവിടെ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമാകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വി കെ ബീരാൻ സാഹിബും ഇബ്രാഹിം സാഹിബുമായിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ മക്കൾ, അതായത് ഇനി വരുന്ന തലമുറയെ കൂടി നിയന്ത്രിക്കുന്നവരായി മാറുന്നു. ഇത് തന്നെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിലും. തെരഞ്ഞെടുപ്പ് നടക്കാൻ അനുവദിക്കാറില്ല. മോഡിയിൽ നിന്ന് ഇടപെടലുണ്ടാകുന്നു. പാണക്കാട് കുടുംബവുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് ഇവർക്ക് ഈ സ്ഥാനമാനങ്ങളെല്ലാം വാരിക്കോരി ലഭിക്കുന്നത്. ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ജില്ല വരെ താഴെത്തട്ടിൽ നിന്നും തെരഞ്ഞെടുപ്പുകൾ നടത്തി പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് ജില്ല വരെ എത്തും. പക്ഷെ അവിടെ നിന്ന് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ചുകൂടി ഒരു പ്രസിഡന്റ് സെക്രട്ടറിയോ ജില്ലയെ ആരും നയിക്കണമെന്ന് തീരുമാനിക്കാൻ ഒരിക്കലും അവകാശം ലഭിക്കാറില്ല. ഈ വട്ടവും 4 വർഷമായി മെമ്പർഷിപ്പ് നടന്നിട്ട് ഇപ്പോഴും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താതെ അവിടെ നിന്ന് പാലക്കാട് നിന്ന് നോമിനേറ്റ് ചെയ്തൊരു കമ്മിറ്റിയാണ് എറണാകുളം ജില്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഗഫൂറിന് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അത് ലഭിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അത്തരത്തിൽ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോകുന്നു. ഇത് സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, വളർന്നു വരുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്തതാണ്.